പാകിസ്ഥാനെ അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ആക്രമണമാണ് നടത്തിയത്. മർക്കസ് സുബനള്ള ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് ബഹാവൽപൂരിലാണ് മർക്കസ് സുബനള്ള ആക്രമിക്കപ്പെട്ടു. മർക്കസ് തൈബ അത് ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രമാണ്, മുരീദ്കയിലാണത്. സർജൽ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ്, തെഹ്രാ കലാനിലാണത്. മെഹ്മൂന ജോയ ഹിസ്ബുൾ മുജാഹിദീന്റെ കേന്ദ്രമാണ്, സിയാൽകോട്ടിലാണത്. മർക്കസ് അഹ്ലെ ഹാദിദ് ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രമാണ്, ബർണാലയിലാണത്. മർക്കസ് അബ്ബാസ് ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ്, കോട്ട്ലീനാണത്. മസ്കർ റഷീദുൽ ഹാഷിദ് ഹിസ്ബുൾ മുജാഹിദീന്റെ കേന്ദ്രമാണ്, കോട്ട്ലീൻ. ഷവായിനല്ല അത് ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ക്യാമ്പാണ്. സത്ന അത് ജെയ്ഷെ മുഹമ്മദിന്റെ മുസഫറാബാദിലെ കേന്ദ്രമാണ്. ഇങ്ങനെ ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ്, ഭീകരവാദ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അതിന്റെ നടുക്കത്തിലാണ് പാകിസ്ഥാൻ. നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അടക്കം വരുന്ന ദൃശ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫുകളിൽ നിന്നും അക്കാര്യം മനസ്സിലാകും. അതിഭയങ്കരമായി ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരു ദുസ്വപ്നത്തിലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ 9 കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളുടെ വിവരങ്ങളാണ് ഒരു വിൻഡോയിൽ പ്രേക്ഷകർക്ക് കാണാനാവുന്നത്. ആ ചിത്രങ്ങളാണത്, അതിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ചിത്രങ്ങളാണ്. എങ്ങനെയാണ് അവിടെ പ്രവർത്തനം നടത്തിയിരുന്നത് എന്ന ഏകദേശ ഒരു രൂപം ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാവും. എത്രത്തോളം ഫ്ലറിഷ് ചെയ്തൊരു മേഖലയാണ് തകർക്കാൻ ഇന്ത്യക്ക് ആയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഭീകര കേന്ദ്രങ്ങളുടെയൊക്കെ ബുദ്ധി കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന ആസ്ഥാനമാണ് തകർക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. എത്രത്തോളം നാശനഷ്ടമുണ്ടായി, എത്രത്തോളം ജീവഹാനി, ആളപായം ഉണ്ടായി എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ഒരു വ്യക്തത 10 മണിക്ക് ഇന്ന് നമ്മുടെ സൈനിക വക്താവ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മനസ്സിലാക്കും, വിശദമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും സമീപകാലത്ത് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണമാണ്. ഒരുപക്ഷെ 1971 യുദ്ധത്തിന് ശേഷം എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ കാർഗിൽ കാലത്ത് പോലും പാക് ഭൂപ്രദേശത്ത് ഇത്രയും അത് അതിർത്തിയിലുള്ള ഫൈറ്റ് ആയിരുന്നുവെങ്കിൽ ഇത് മുമ്പ് നമുക്കറിയാം 2019 ഇന്ത്യ എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെ കാഷ്വാലിറ്റി ഇത്ര അധികം വരില്ലായിരുന്നു. അന്നും ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ലക്ഷ്യം വെച്ചത്. ഇവിടെ പക്ഷേ 9 കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള 24 മിനിറ്റോളം നീണ്ടുനിന്ന ഈ ആക്രമണത്തിൻ്റെ ആഘാതം എന്ന് പറയുന്നത് ഇനി വരുന്ന മണിക്കൂറുകളിൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അത്രയും പ്രധാനപ്പെട്ട ആക്രമണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. അതിർത്തിയിലെ UN ഫീൽഡ് സ്റ്റേഷൻ പോലും ആക്രമിക്കുന്ന ഒരു ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് നീക്കമുണ്ടാവുകയാണ്. പക്ഷേ വലിയ നാശനഷ്ടങ്ങളൊന്നും ആ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് 3 പേരുടെ മരണമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. സാധാരണ മനുഷ്യരാണ്, ഗ്രാമവാസികളാണ്. എല്ലാ തരത്തിലുള്ള പരിശീലനം ഗ്രാമവാസികൾക്ക് സൈന്യം നൽകിയിട്ടുണ്ട്. വിശദമായ കേന്ദ്രങ്ങളിലേക്ക്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. ഒപ്പം സൈന്യത്തിന്റെ എല്ലാ പിന്തുണയും ആ മേഖലയിൽ ലഭ്യമാണ്. വലിയൊരു പടനീക്കം തന്നെയാണ് അവിടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉള്ളത് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ. ഭീകര പ്രവർത്തനത്തെ എന്തു വില കൊടുത്തും ചെറുത്തു നിൽക്കും എന്ന ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിനൊപ്പം ലോകരാജ്യങ്ങൾ കൂടി നിൽക്കുകയാണ്. എല്ലാവരും പിന്തുണ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോഴും ഇന്ത്യ സഹായം നൽകിയ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് പിന്തുണയുമായി നിൽക്കുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഖേദകരം തന്നെയാണ്, അല്ലേ അഭിലാഷ്? ഇന്നലെ തന്നെ ഒഐസിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുർക്കിയാണ്. തുർക്കി പരമ്പരാഗതമായി തന്നെ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ അവിടെ ഭരിക്കുന്ന പാർട്ടി AK പാർട്ടി, റജബ് തയ്യബ് എർദോഗന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഒരു ഇസ്ലാമിസ്റ്റ് നേച്ചറിലുള്ള പാർട്ടിയാണ്. സ്വാഭാവികമായും അവർ പാകിസ്ഥാനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം UAEയും സൗദി അറേബ്യയും അടക്കമുള്ള ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. OIC രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങളും ഉൾപ്പെടുമെങ്കിലും OIC മുഖ്യമായും തുർക്കിയുടെ കാർമ്മികത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. OICയുടെ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ വന്നതിന് പിന്നാലെയാണ് പുലർച്ചെ ഇന്ത്യയുടെ സ്ട്രൈക്ക് ഉണ്ടായിട്ടുള്ളത്. UAE എന്ന് പറയുന്നത് ഇരു വിഭാഗങ്ങളും സംയമനം പാലിക്കണമെന്ന്. ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇന്ത്യക്കും താല്പര്യമില്ല. പ്രതിരോധമാണ് ലക്ഷ്യമിടുന്നത്, ഭീകരവാദത്തെ തകർക്കലാണ് ലക്ഷ്യമിടുന്നത്. അതൊരു യുദ്ധമായി ഒരാളും തെറ്റിദ്ധരിക്കപ്പെടാനും പാടില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ അത് വളരെ വളരെ വ്യക്തമായി പറയുന്നതാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എസ്കലേഷൻ അല്ല എന്ന് ഈ ആക്രമണത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ റിലീസ് വരുന്നത് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു യുദ്ധ സമീപനമല്ല, മറിച്ച് ടെറർ ഔട്ട്ഫിറ്റുകളെ ഞങ്ങൾ ലക്ഷ്യം വെക്കുകയാണ് ചെയ്തത് എന്നാണ് പ്രസ് റിലീസ് പറഞ്ഞത്. അതിങ്ങനെയാണ് A little while ago, the Indian Armed Forces launched Operation Sindoor, hitting terrorist infrastructure in Pakistan and Pakistan-occupied Jammu and Kashmir, from where terrorist attacks against India have been planned and directed. Altogether, 9 sites have been targeted. Our actions have been focused, measured, and non-escalatory in nature. No Pakistani military facilities have been targeted. India has demonstrated considerable restraint in selection of targets and methods of execution. എന്നാണ്, അതായത് ഒരു മിലിറ്ററി ടാർഗറ്റും ലക്ഷ്യം വെച്ചിട്ടില്ല, മറിച്ച് ടെറർ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്ത്യയുടെ പൊസിഷൻ. അത് എസ്കലേറ്ററി അല്ല, നോൺ എസ്കലേറ്ററി ആണ്. പ്രിസിഷൻ സ്ട്രൈക്കുകളാണ് നടന്നത് എന്നുള്ളതാണ് ഇന്ത്യൻ ഫോഴ്സ് ഇന്ത്യ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്.